Hi friends, welcome back to my channel Tins and Works. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു സാരി ബ്ലൗസ് ബാക്ക് നെക്ക് ഡിസൈൻ ആണ്. ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഡിസൈനാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ എംബ്രോയിഡറിയുടെ ബേസിക് സ്റ്റിച്ചസ് ആയ ലേസി ഡേസി സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചും മാത്രമാണ് ഈ ഒരു ഡിസൈനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗോൾഡൻ കളർ ബീഡ്. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോയിൽ സാരി ബ്ലൗസ് നെക്ക് ഡിസൈൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കോയിൻസ് ആണ്, ഗോൾഡൻ കളർ കോയിൻസ് ആണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായി ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഈ വെച്ചിരിക്കുന്ന ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് റെഡും ലൈറ്റ് യെല്ലോ വരുന്ന ആങ്കർ ത്രെഡ്സ് ആണ്. നമ്മൾ 6 സ്ട്രാൻഡ്സിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള കുറച്ച് ഗോൾഡൻ കളർ ബീഡ്സ് വേണം. പിന്നെ 2 സൈസിലുള്ള നീഡിൽസാണ് വേണ്ടത്. ഒന്ന് നമ്മൾ ആങ്കർ ത്രെഡ് കോർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ നല്ല തിന്നായിട്ടുള്ള ഒരെണ്ണം വേണം, അതായത് ഗോൾഡൻ കളർ ബീഡ് കോർത്തെടുക്കാൻ വേണ്ടിയിട്ടും. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ നെക്ക് ഹൂപ്പിൽ അറ്റാച്ച് ചെയ്യാം. ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ഹൂപ്പിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പത്തിനാണ് ഇതുപോലെ ഹൂപ്പിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസാണ് എടുത്തിരിക്കുന്നത്. അല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റും. സ്റ്റിച്ച് ചെയ്യാനായിട്ട് മുന്നേ കുറച്ച് നീക്കിയിട്ട്, അതായത് നെക്ക് എവിടെയാണോ വരുന്നത് അതിന് കുറച്ച് നീക്കിയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് പിന്നീട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്താലും മതി. അപ്പോൾ നമ്മളിവിടെ ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 6 സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ ഇവിടെ നിന്നായിട്ട് നീഡിൽ ഇതുപോലെ എടുക്കുക. പിന്നീട് ഈ വന്ന ത്രെഡിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതുപോലെ നീഡിൽ താഴ്ത്തി കൊടുക്കുക. ഒപ്പം കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇതുപോലെ മേലോട്ട് എടുക്കണം. പിന്നീട് നമ്മൾ ഈ ത്രെഡ് നീഡിലിൻ്റെ ബാക്കിലോട്ട് എടുക്കുക. ഒപ്പം നീഡിൽ മെല്ലെ വലിക്കുക. പിന്നീട് ഇവിടെ ഇട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇതാണ് ലേസി ഡേസി സ്റ്റിച്ച്. പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഈ വന്ന ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ ഇവിടെ ഈ 2 സൈഡിലായിട്ടാണ് അടുത്ത ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് നീഡിൽ ഇതുപോലെ എടുക്കണം. പിന്നീട് ഈ വന്ന ത്രെഡിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ കുത്തി നമ്മൾ സെൻറ്ററിൽ കൊടുത്തിട്ടില്ലേ, ആ വന്നിരിക്കുന്ന ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ അത്ര സൈസിൽ വേണ്ട. കാരണം അത് കുറച്ച് വലുതായിട്ടും 2 സൈഡിൽ കൊടുക്കുന്നത് ചെറുതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്ര ലെങ്തി ആയിട്ട് നമ്മൾ നീഡിൽ ഇട്ട് കൊടുക്കണ്ട. ഇതുപോലെ വലിക്കാം. പിന്നീട് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സൈഡിലായിട്ട് ചെയ്യാം. ഫസ്റ്റത്തെ ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് എടുത്ത റെഡ് കളറല്ലേ, നെക്സ്റ്റ് ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ചെയ്യേണ്ടത് യെല്ലോ കളർ ത്രെഡ് വെച്ചിട്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റെഡ് ചെയ്താൽ പിന്നെ യെല്ലോ റെഡ് യെല്ലോ അങ്ങനെ ഒരു ലൈനായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് യെല്ലോ ത്രെഡ് വെച്ചിട്ട് ലേസി ഡേസി ചെയ്യാം. യെല്ലോ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ നേരം ഈ റെഡിൽ നിന്ന് യെല്ലോ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം എടുക്കാൻ. കാരണം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഗോൾഡൻ കളർ ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇച്ചിരി നീക്കിയിട്ട് വേണം നമ്മൾ അടുത്ത ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ.
ഇപ്പോൾ 2 കളറിലായിട്ട് നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തായി ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രഞ്ച് നോട്ടും ഈ ഒരു സ്റ്റിച്ചിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ റെഡ് കളർ ലേസി ഡേസിക്ക് ഞാൻ യെല്ലോ കളർ ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ ഇവിടെ നിന്നായിട്ട് നീഡിൽ ഇതുപോലെ എടുക്കുക. ഇതുപോലെ എടുക്കണം. പിന്നീട് നമുക്ക് 3 വട്ടം നീഡിലിൽ ചുറ്റി കൊടുക്കാം. വന്നിരിക്കുന്ന ത്രെഡിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ നീഡിൽ താഴ്ത്തി കൊടുക്കുക. അപ്പോൾ നല്ല ഇതുപോലെ നമുക്ക് ഫ്രഞ്ച് നോട്ട് കിട്ടും. പിന്നീട് ഈ യെല്ലോയ്ക്ക് നമ്മൾ റെഡാണ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തായി നമുക്ക് ഈ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട് ഈ ഒരു ഗോൾഡൻ കളർ ബീഡ് വെച്ച് കൊടുക്കാം. അതിനായി തിന്നായിട്ടുള്ള നീഡിലാണ് എടുത്തിരിക്കുന്നത്. സാധാ നമ്മൾ സ്റ്റിച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന 2 ഇഴയിലുള്ള ത്രെഡുമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് നീഡിൽ താഴ്ത്തുനിന്ന് ഇതുപോലെ എടുക്കുക. പിന്നീട് നമുക്ക് ഒരു ബീഡ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ 3 ബീഡാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ബാക്ക് നെക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കാം.